ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് പണം പിടിച്ചെടുത്ത സംഭവത്തിൽ എഫ്ഐആർ വൈകുന്നതിനെ വിമർശിച്ച് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. വമ്പൻ സ്രാവുകൾ ആരൊക്കെയാണെന്നറിയാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ജഡ്ജിമാരെ വിചാരണ ചെയ്യുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമെന്ന സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ശക്തവും സുതാര്യവുമായ നിയമ സംവിധാനം അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പറഞ്ഞു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം പിടിച്ചെടുത്ത സംഭവത്തിൽ എഫ്ഐആർ വൈകുന്നതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു ഉപരാഷ്ട്രപതിയുടെ പ്രതികരണം. അനധികൃത പണമിടപാട്, അതിന്റെ ഉറവിടം, പണം നീതിന്യായ വ്യവസ്ഥയെ മലിനമാക്കിയോ എന്നറിയാനും കേസിലെ വമ്പൻ സ്രാവുകൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാനും ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജഡ്ജിമാരെ വിചാരണ ചെയ്യുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമാണെന്ന സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചെന്നും ജഗ്ദീപ് ധൻഖർ കൂട്ടിച്ചേർത്തു. Being integral part of this institution that has defined what we are today and that defines what our democracy is today, this issue for which people are waiting with bated breath. The money trail, its source, its purpose, did it pollute the judicial system? Who are the bigger sharks? We need to find out. Already 2 months have gone by. വിഷയത്തിൽ കോടതിയുടെ അന്വേഷണ സമിതിക്ക് പുറമെ ശാസ്ത്രീയവും സമഗ്രവുമായ അന്വേഷണം നടക്കണമെന്നും ഡൽഹിയിൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങിനിടെ ജഗ്ദീപ് ധൻഖർ പറഞ്ഞു. എക്സിക്യൂട്ടീവിന്റെ അധികാര പരിധിയിൽ കടന്നുകയറി ജുഡീഷ്യറി സൂപ്പർ പാർലമെന്റ് ആകരുതെന്ന് നേരത്തെ ഉപരാഷ്ട്രപതി വിമർശിച്ചിരുന്നു. ജനം, ഡൽഹി.